നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമേൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെയും പോകും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫിൻ്റെ പകുതിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക്, എരിവിനാവശ്യമായ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. വഴണ്ട് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ചെറിയൊരു കുറച്ച് സമയം, 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇടണം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് 2ാം പാലാണ്, തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. തിളച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു 10 കാഷ്യൂ ചെറിയ ചൂടുവെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുറുമയ്ക്ക് ഒന്ന് കുറുകിയ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് തിളയ്ക്കണ്ട കേട്ടോ, നല്ല തിളച്ച് വരണ്ട. 1ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടായത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൂടൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 4 കാഷ്യൂ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായി വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഉള്ളിയുടെ ആ മുരിഞ്ഞ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുറുമ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.